വിഷുവിന്റെ തലേദിവസം ആയതുകൊണ്ട് തന്നെ വീട് മൊത്തം അടിച്ചു തുടയ്ക്കുക, വൃത്തിയാക്കുക, അങ്ങനത്തെ നല്ല പണികളായിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന കാരണം റിട്ടുവിനെ മിയനെ ഞങ്ങൾ പുറത്ത് പറമ്പിലാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് നിന്ന് കുറയ്ക്കായിരുന്നു കേട്ടോ. അപ്പൊ റിട്ടുവിന് ചേട്ടൻ പപ്പടം കൊടുക്കാൻ പോണതാണ്. പക്ഷെ ചേട്ടന്റെ സംസാരം കേൾക്കണ്ടായില്ല, കാരണം റിട്ടുവിന്റെ കുര നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ മ്യൂട്ട് ചെയ്തത്. റിട്ടുവിനെ മിയനൊന്നും ഒരു പട്ടിയുടെ ഗണത്തിൽ കൂട്ടാൻ പറ്റില്ല കേട്ടോ. അവരെന്ത് വേണമെങ്കിലും കഴിച്ചോളൂ. അങ്ങനെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ ഒരു ഉച്ച പറയപ്പ വിഷുവിന് മെയിനായിട്ടുള്ള ഒരു സാധനം വാങ്ങാനായിട്ടാ പോയത്. വേറെ ഒന്നല്ല, പടക്കം. ഞങ്ങളെല്ലാ കൊല്ലം പടക്കം വാങ്ങാറുള്ളത് വെള്ളാങ്കല്ലൂരിൽ നിന്നാണ് കേട്ടാ. ഇവിടത്തെ പടക്കമൊക്കെ അടിപൊളിയാണ് കേട്ടാ. ഒരെണ്ണം പോലും ചീറ്റി പോവാറില്ല കേട്ടാ. അത്ര നല്ല പടക്കങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാ കൊല്ലവും വെള്ളാങ്കല്ലൂരിൽ നിന്ന് തന്നെ വാങ്ങണത് കേട്ടാ. എന്തോ ഒരു മത്സരം കഴിഞ്ഞ് വിജയിച്ച് വരുന്ന മുഖഭാവത്തോടെയാണ് കേട്ടാ ചേട്ടൻ അങ്ങോട്ട് വരുന്നത്. അത് കഴിഞ്ഞ് കണിക്കൊന്ന തപ്പി നടന്നിട്ട് ഈ ഒരു പാവം ചേച്ചിന്ന് കണിക്കൊന്ന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മയിൽപ്പീലി വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ മയിൽപ്പീലിയൊക്കെ വാങ്ങിയിട്ട് നേരെ സ്മാർട്ടിലേക്ക് വിട്ടു കേട്ടോ. കണി വെക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പോന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ അടുത്ത കലാപരിപാടികൾ ആരംഭിക്കുകയായിട്ടാ. ഈ വിഷു ഒക്കെ ആവാറാകുമ്പോൾ പണ്ടൊക്കെ ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. ആ ഒരു വൈബ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അരുൺ ചേട്ടൻ തന്നെയാണ് കേട്ടാ എല്ലാ പടക്കവും പൊട്ടിക്കണതും എല്ലാം ചെയ്യണതും. കാരണം എനിക്ക് ഇപ്പോഴും പണ്ടത്തെ ആ ഒരു പേടി വിട്ടു മാറിയിട്ടില്ല കേട്ടാ. ഞാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ എൻ്റെ പണികളൊക്കെ കഴിച്ചു വെക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്കൊരു ബോധത ഉണ്ടായത് കേട്ടാ. മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ടായില്ല കൃഷ്ണന് ചാർത്താനുള്ളത്. അങ്ങനെ മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആമ്പലൂർക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടാ. എന്തോ ഭാഗ്യത്തിന് നമുക്ക് ആ മുല്ലപ്പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വിഷു ഇവിടെ വരെ